ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. യേശുക്രിസ്തു തന്നെയാണ് മൽക്കിസദേക്ക് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനെ നമുക്കൊരു പ്രസ്താവന നടത്താൻ മാത്രമുള്ള പഠിപ്പിക്കലുകളില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവപുത്രന് തുല്യനായി, അപ്പൊ ദൈവപുത്രനെ കുറിച്ച് ഒരു കാര്യം ഉറപ്പാണ്, അവന് ജീവാരംഭവുമില്ല ജീവാവസാനവുമില്ല. പല തൃത്വ നിഷേധികളും പറയുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന പല ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിലെല്ലാം പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണ്, സർവ്വ സൃഷ്ടിക്ക് മുൻപേ ജനിച്ചവനാണ് എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും ഇവിടെ മനുഷ്യപുത്രന് തുല്യനായി മൽക്കിസദേക്കിനെ എടുത്ത് കാണിച്ചുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ്, മൽക്കിസദേക്കിന് യേശുക്രിസ്തുവിനെ പോലെ ജീവാരംഭവുമില്ല ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു. ഒരുപക്ഷെ പഴയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ നിഴലായി വന്നതാണോ അറിയില്ല. നമുക്ക് അതറിയാനുള്ള മാർഗങ്ങളില്ല, കാരണം വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. ശരിക്കും ഒരു ലേവ്യ ദശാംശം ഇന്ന് ആഗ്രഹിക്കുന്ന വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. നമ്മുടെ പാസ്റ്റർ ചേസ് ജോസഫാണ് പറഞ്ഞത് ആ വീഡിയോയിൽ. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം ഇതുപോലെ പറഞ്ഞിരുന്നു, ദൈവത്തിൽ നിശ്ചയമായി 3 പേരുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വചനവിരുദ്ധം കഴിഞ്ഞ വട്ടം പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ മറുപടി കൊടുത്തിരുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു 4മതൊരാൾ കൂടി ഉണ്ട് എന്നുള്ളത്. അത് മൽക്കിസദേക്കാണെന്ന്. ഇനിയിപ്പോ എന്തെല്ലാം വാക്യങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചാലും അദ്ദേഹം പറയും ഇനി 5മതൊരാളുണ്ടെന്ന് പറയും, 6മതൊരാളുണ്ടെന്ന് ഇനി പറയുമോ എന്നുള്ളതാണ് ഇനി നമ്മൾക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ തൃത്വക്കാരുടെ എല്ലാം പോക്ക് ഇങ്ങനെയാണ്. 2ഉം 3ഉം കഴിഞ്ഞ് ഇനി 4മത്തേലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. 4ഉം 5ഉം 6ലേക്ക് ഇനി പോകുമെന്നുള്ള കാര്യം ഡൗട്ട് ആയിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിങ്ങനെ ജീവിച്ച് കിടന്നു പോകുന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, മൽക്കിസദേക്ക് യേശുക്രിസ്തു അല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് നിഴലല്ല, അല്ലെങ്കിൽ ആ ക്രമപ്രകാരമുള്ള പുരോഹിതനല്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ വായിക്കുന്നത് എബ്രായർ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശാലേം രാജാവ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ശാലേം രാജാവ് എന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പലവട്ടം പാട്ടുകളിലൊക്കെ പാടാറുണ്ടല്ലേ. ശാലേം രാജൻ വരുന്നൊരു ധ്വനിയിൽ ദേശമെങ്ങും മുഴങ്ങിടുന്നു, നമ്മുടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനിയിൽ ദേശമെങ്ങും മുഴങ്ങിടുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് സമാധാനത്തിന്റെ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് പീസ്, അല്ലെങ്കിൽ സമാധാനത്തിന്റെ രാജകുമാരൻ എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു നമുക്ക് സമാധാനം തരുന്ന രാജകുമാരനാണ്. അതാണ് ശാലേം രാജൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അപ്പം ശാലേം രാജാവ് അത്യുന്നതനായ, അവിടെ തന്നെ നമുക്ക് മനസ്സിലായി ശാലേം രാജാവ് ആരാണ്? അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ് എന്നുള്ള കാര്യം അവിടെ വ്യക്തമായി. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു എന്ന് അവിടെ പറയുന്നു. അപ്പൊ എതിരേറ്റു അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ഈ 4മനാണ് അനുഗ്രഹിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുകയാണ്. ഈ 4മനാണ് എതിരേറ്റ് അനുഗ്രഹിച്ചത് അല്ലെ. അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നാളും അദ്ദേഹത്തിന് എന്ത് വെളിപ്പാടാണ്? ദൈവത്തെക്കുറിച്ച് 3 പേരാണെന്ന് പറഞ്ഞു, ഇപ്പൊ 4 പേരാണെന്നുള്ള വെളിപ്പാടൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ദൈവത്തിന്റെ പുരോഹിതനായി മൽക്കിസദേക്ക് രാജാവിനെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 4മനാണ് വന്ന് അനുഗ്രഹിച്ചത്. അങ്ങനെ കാര്യം ദൈവവചനത്തിലില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പം പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിനാണ് ആര്? അബ്രഹാം യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ. അനേകം ദൈവങ്ങളുണ്ടോ? നമുക്ക് ഒരുപാട് ദൈവങ്ങളോ ഒരുപാട് എന്താ പറയുക 3ഉം 4ഉം 5ഉം ദൈവങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് ഏക ദൈവമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ മോശ പഠിപ്പിച്ചത് എന്താണ്? നമ്മുടെ ദൈവം ഏകനാണ് എന്നുള്ളതാണ് പഠിപ്പിച്ചത് അല്ലെ. ആ ദൈവം തന്നെ മനുഷ്യനായി വെളിപ്പെട്ടപ്പോൾ പറഞ്ഞു, പുസ്തക ചുരുളുകളിൽ എന്റെ പേര് എഴുതിയിരിക്കുന്നു, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തു തന്നെയാണ് പറയുന്നത്, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു അല്ലെ. അങ്ങനെയെല്ലാം യേശുക്രിസ്തു പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഇനി നാലാമനാണ്, ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇനി നാലാമനാണ് ഒരു പക്ഷേ ഇനിയിപ്പോ നാലാമനാണെന്നിരിക്കട്ടെ, നാലാമനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇനി നാലാമനാണോ എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോ നാലാമനാണ് അത് ഇപ്പോ നാലാമനാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ പുരോഹിതൻ മലക്കിസേദെക്ക് രാജാവിനെ ജയിച്ചു മടങ്ങി വന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിമോത്തിയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, തിമോത്തി 1:17 നമ്മൾ വായിക്കുന്നു, അശേനും അദൃശ്യനും അനാദി ശാശ്വതമായുള്ളവനും അമർത്യനും ആത്മാവും ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനും. ഇതെല്ലാം ഓരോ ഭാഗത്തിലും നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ കാണാം. 1 തിമോത്തിയോസ് 1:17 പറയുന്നു, അശേനാണ് ദൈവം, അദൃശ്യനാണ് ദൈവം, അനാദി ശാശ്വതമായവനും. സങ്കീർത്തനം 90:2 പറയുന്നത്. അമർത്യനാണെന്ന് 1 തിമോത്തിയോസ് 6:16 പറയുന്നു. ആത്മാവാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു. 2 കൊരിന്ത്യർ 3:17-18 വരെയും, അതുപോലെ തന്നെ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനെന്ന് യിരെമ്യാവ് 23:24 പറയുന്നു. അപ്പൊ ആരും ഒരു നാളും കാണാത്തവൻ 1 യോഹന്നാൻ 4:12 പറയുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനും വെളിപ്പാട് 15:7 ഗതിഭേദത്താൽ അച്ഛാദ്യമില്ലാത്തവനെന്ന് യാക്കോബിന്റെ ലേഖനം 1:17 പറയുന്നു. തന്നെത്താൻ ത്യജിക്കാൻ കഴിയാത്തവനും 2 തിമോത്തി 2:13 മാറ്റമില്ലാത്തവനും മലാഖി 3:6 പറയുന്നു. നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും യുക്തിക്കും ബുദ്ധിക്കും അതീതനും ഒരേ ഒരു ദൈവം, ദ മോണോതിയോസ്, ദ ഒൺലി ഗോഡ് നമുക്കുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 5:44 ദൈവം അദൃശ്യനാണെന്ന് 3 പ്രാവശ്യം പറയുന്നത്. കൊലോസ്യർ 1:15 1 തിമോത്തി 1:17 എബ്രായർ 11:27 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് 2 പ്രാവശ്യം യോഹന്നാൻ 1:18 പറയുന്നു. 1 യോഹന്നാൻ 4:12 ദൈവത്തെ കാണാൻ കഴിയില്ലെന്നും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1 തിമോത്തിയോസ് 6:16 ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ള നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യമെന്ന യെശയ്യാവ് 45:15 പറയുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു മറഞ്ഞിരിക്കുന്ന ദൈവം, അല്ലേ? മറഞ്ഞിരിക്കുന്ന ദൈവം, അങ്ങനെയൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമാണ്, അവൻ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൈവമാണ്. അപ്പോ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം മമ്രയുടെ തോപ്പിൽ വെളിപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അത് മനുഷ്യനായിട്ടാണ് അവിടെ വെളിപ്പെട്ടത്. അത് ഇന്നും ആരും സമ്മതിക്കാത്ത ഒരു സത്യമാണ്. ദൈവത്തിന് അങ്ങനെ വെളിപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, ആ കൂട്ടത്തിലാണ് ഇന്ന് പല ആളുകളും ഉള്ളത്. ദൈവത്തിന് അങ്ങനെ മനുഷ്യനായിട്ട് വെളിപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലെ? ഭൂമിയിൽ വരാൻ കഴിയില്ല, അല്ലെ? യെശയ്യാവ് പറഞ്ഞതുപോലെ അവൻ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനുഷ്യനായിട്ട് വന്നേ രക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് തിരുവചനം വളരെ സത്യമായിട്ടും നമ്മളോട് പറയുമ്പോൾ അതിനെ ആരും എന്ത് ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് പോലും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, തിരുവചനത്തില് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു, അല്ലെ? അപ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, അവന് മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ പുത്രനാണ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അല്ലെ? ആകാശം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ ആരും എന്ത് ചെയ്തിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. ആ കണ്ടിട്ടില്ലാത്ത ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ വന്നപ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്നതും ദൈവത്തെ കാണുന്നതും ദൈവത്തെ മനസ്സിലാക്കുന്നതും എല്ലാം അവിടെ വെച്ചാണ്, അല്ലെ? അതുകൊണ്ടാണ് പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പീലിപ്പോസ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിക്കണം, ഉത്തരം നൽകുന്നത് എങ്ങനെയാണ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസെ എന്ന് പറയുന്നതും
ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, അല്ലേ? അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ മലക്ക് സദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ആ പുരോഹിതൻ, മഹാപുരോഹിതൻ ദൈവം തന്നെയാണ്, അല്ലാതെ ആരായിരിക്കണം? കാരണം രണ്ടാമതൊരു വ്യക്തി ആയിരിക്കുമോ? കാരണം ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ. കാരണം യേശു ക്രിസ്തു പോലും പറയുന്നില്ല പിതാവ് മുകളിലാണ് ഇരിക്കുന്നതെന്ന്. പീലിപ്പോസ് ചോദിച്ചപ്പോ പറഞ്ഞില്ല പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ. അപ്പൊ അവിടെ തന്നെ ഒരാളെ ഉള്ളൂ എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യനായിട്ട് വന്ന് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ, അല്ലെങ്കിൽ പറഞ്ഞതിന്റെ സത്യം എന്ന് പറയുന്നത്. അത് ഇന്ന് വരെയും ആരുടെയും ഉള്ളിലേക്ക് കയറിയിട്ടില്ല. വചനം ഇതുവരെ ആരുടെ ഉള്ളിലേക്ക് കയറിയിട്ടുമില്ല. ആർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഏകനായി, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ വായിക്കുമ്പോൾ എബ്രായർ പുസ്തകം 7:3 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവുമില്ല, ജീവ അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് പുത്രന്മാരുണ്ടോ? ദൈവത്തിന് പുത്രനില്ല. അതാണ് സത്യപരമായ കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന് പുത്രന്മാരുമുണ്ട്, പുത്രിമാരുമുണ്ട്. അത് നമ്മൾ തന്നെയാണ്, അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ എന്താണ്? മകനും മകളുമായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷേ അവർ പാപം ചെയ്ത് ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നെ വന്ന തലമുറയും പാപത്തിന്റെ കീഴിലായപ്പോൾ തൻ്റെ മക്കൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അല്ലേ? അതിനകത്ത് ഇരമ്യാവിന്റെ പുസ്തകത്തിലാണെന്ന് പറയുന്നത്, ഒന്ന് കാള തന്റെ യജമാനനെയും കാള തന്റെ ഉടയവനെയും കഴുതന്റെ യജമാനനെയും അറിയുന്നു, എന്റെ ജനം എന്നെ അറിയുന്നില്ല. അപ്പം ദൈവം മനുഷ്യനെ കാണുന്നത് എന്താണ്? മക്കളെ പോലെയാണ് കാണുന്നത്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിനൊരു മകനെയും വേണം, മകളെയും വേണം. അപ്പൊ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ. സംഖ്യാപുസ്തകം പറയുന്നു, വ്യാജം പറയുവാൻ അവൻ മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു. അപ്പം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു ദൈവം, ദ മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അപ്പം ഇവിടെ പറയുന്നു, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവുമില്ല, ജീവാവസാനവുമില്ല. അവിടെ അദ്ദേഹം പറയുന്ന പോയിന്റ്, അത് പുത്രൻ ആരംഭം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പം ഈ പറയുന്ന ഈ മലക്കിസദേക്ക് നാലാമന് ആരംഭവും ഇല്ല, അവസാനവും ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ നാലാമത്തെ ആൾ ആരാണ്? എപ്പോൾ ജനിച്ചു? എപ്പോൾ വന്നു? ഇനി ദൈവത്തിൽ, ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇനി നാലാമത് മലക്കിസദേക്ക് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, അല്ലെ? യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതമായി, അല്ലെ? ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം ജഡമെടുത്ത് കനികയിൽ ജഡമെടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അതുപോലും മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ പല തൃത്വ പണ്ഡിതന്മാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, തൃത്വത്തെ നിഷേധിക്കുന്നവരെന്നോട് പറഞ്ഞു. തൃത്വം എന്ന് പറയുന്ന സംഗതി ദൈവവചനത്തിലില്ല. അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു. തൃത്വം എന്നുള്ള സംഗതിയില്ല. അല്ലെങ്കിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയത് തൃത്വമാണ്. ഇത് 3 പ്രവർത്തനങ്ങളാണ്. തൃത്വം എന്നുള്ളതും ത്രിയേകം എന്നുള്ളതും 3 പ്രവർത്തനങ്ങളാണെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും ദൈവവചനത്തിലില്ല. ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഇവരുടെ ജോലിയാണ്. പണ്ട് തൊട്ടേ ഇവരത് ചെയ്തുകൊണ്ട് വരികയാണ്. ഇവർ ചെയ്തു വരികുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹം പറയുന്നു മലക്കിസദേക്ക്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരുവൻ എന്നുള്ള കാര്യം അദ്ദേഹം മറക്കുന്നു. കാരണം 2ഉം 3ഉം 4ഉമാണ് എന്നുള്ളതാണ്. ഞാൻ ആ വാക്യം കൂടി നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം
എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഞാൻ വായിക്കാം. അതിനകത്ത് 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 4 വാക്യം മുതൽ ഞാൻ വായിക്കാം. 4 മുതൽ വായിക്കാം. അവിടെ എഴുതിയിരിക്കാൻ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? എല്ലാവർക്കും മീതെ ഉള്ളവൻ, മുകളിലിരിക്കുന്നവൻ, അല്ലെ? തൃത്തക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഇവിടെ നടക്കുമ്പോൾ മേളില് പിതാവ് ഇരിപ്പുണ്ടെന്നാ പറയുന്നത്. അതാണ് മറ്റേ ആദ്യത്തെ വ്യക്തി, ഫസ്റ്റ് വ്യക്തി അവിടെ മേളിൽ ഇരിപ്പുണ്ട്, മേളിൽ ഇരുന്നതെല്ലാം കാണുന്നുണ്ട്. അതാണ് തൃത്തക്കാരുടെ വിഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ആ വിഷൻ കംപ്ലീറ്റ്ലി മാറുകയാണ്. ഇവിടെ എല്ലാവർക്കും മീതെ ഉള്ളവൻ, മേളിലിരിക്കുന്ന ദൈവം, അല്ലെ? എല്ലാവരെയും കൂടി വ്യാപരിക്കുന്ന ആരാണ്? യേശുക്രിസ്തുവാണ് വ്യാപരിക്കുന്നത്, എല്ലാവരിലും വ്യാപരിക്കുന്നതും, അല്ലെ? 2-3 പേർ എന്റെ നാമത്തിലൂടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ വരാമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അത് പഴയ നിയമത്തിലും ആ ഒരു വാക്യമുണ്ട്, ഇസ്രായേലിന്റെ മധ്യേ ഞാനുണ്ടെന്ന് പറയുന്ന ഒരു വാക്യം കൂടിയുണ്ട്. അപ്പം എല്ലാവരും കൂടി ഇരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി. ഇനി അടുത്തത് ഇരിക്കുന്നവൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്, അല്ലെ? ഇവർ പറയുന്ന തൃത്വത്തിലെ 3-ാമൻ പരിശുദ്ധാത്മാവ്. എന്താണ് 3-ാമത്തെ വ്യക്തി എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കണം, ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും, ശ്രദ്ധിക്കണം, ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ മൂവരെന്നാണ് അവിടെ പറഞ്ഞത്, ഒരുവൻ എന്നാണ് പറയുന്നത്. അപ്പം ദൈവവചനം ആപ്പാടെ തെറ്റിച്ച് കളയുകയാണ് ചേസ് ജോസഫും മറ്റ് ധൃത പണ്ഡിതന്മാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പം മൽക്കീസേദെക്ക് ഒരു പുരോഹിതനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 4 പേരാണ് ഇപ്പം ഇവരുടെ ചിന്തയിലും. കാരണം അവർക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ അത് തെറ്റല്ലേ? കാരണം ഏകനായ ദൈവം ഒരുവനാണെന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ 3-4 ആൾക്കാരെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന വാസ്തവം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇവരെ സൂക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. തൃത്തക്കാരെ ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, അല്ലെ? ദൈവത്തിന് ഏകനായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. ദൈവത്തിന് ഒരാളെ അയച്ചിട്ട് വേണം തന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട്. ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. ദൈവത്തിന് മനുഷ്യനായി വെളിപ്പെടാൻ കഴിയും. കാരണം ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, അല്ലെ? ആ ദൈവത്തിന്, അല്ലെ, സർവ്വവ്യാപിത്വമുള്ള ദൈവം. അതുകൊണ്ടാണ് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ, അല്ലെ? തൃത്തക്കാർ അംഗീകരിക്കാത്ത ഒരു പദമാണ് പ്രപഞ്ചം മുഴുവൻ നിറയുന്ന സർവ്വവ്യാപിത്വത്തെ അല്ല ഉദ്ദേശിക്കുന്ന അവർ പറയുന്നത്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാവീദ് പറയുന്നു, പാതാളത്തിൽ എന്റെ കിടക്ക വരിച്ചാലും നിന്റെ കൈ അവിടെ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ വലിപ്പമേറിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ സ്തുതിക്കുന്നത്. അപ്പോ നമ്മൾ മനുഷ്യരുടെ ചിന്തയിലാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം എന്ന് പറഞ്ഞാൽ വലിയവനാണ്, അല്ലെ? നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ദൈവം. അതുകൊണ്ട് മനുഷ്യനായി നിൽക്കുന്ന നമ്മൾക്ക് എന്ത് പറയാൻ കഴിയും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വസ്തുത എന്ന് പറയുന്നത്, അല്ലെ? അപ്പം 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം അവൻ സകലത്തിനും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നർത്ഥം. ഞാൻ ആദ്യം പറഞ്ഞ പാട്ടില്, ശാലേം രാജൻ വരുന്നൊരു ധ്വനിയിൽ ദേശമെങ്ങും മുഴങ്ങിടുന്നു, നമ്മുടെ ശാലേം രാജൻ വരുന്നൊരു ധ്വനിയിൽ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അപ്പൊ ആ ശാലേം രാജൻ ആരാണ്? യേശുക്രിസ്തുവാണ്, അല്ലെ? ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനും, അല്ലെ? യാഗം ചെയ്യുന്നതും യാഗവസ്തുവും ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. യാഗം ചെയ്യുന്ന പുരോഹിതനും ഒരാളാണ്, യാഗവസ്തുവും ഒരാൾ തന്നെയാണ്. രണ്ടും ഒരാൾ തന്നെ എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഇന്ന് വരെയും ഒരു തൃത്വക്കാരനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം. അതുകൊണ്ടാണ് ഇനി 3-4 പേരല്ല 5-6 പേരുണ്ടെന്ന് പറയും. അതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എനിക്ക് ഇത്തരണത്തിൽ ഓർപ്പിക്കാനുള്ളത്.
അപ്പോൾ ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.